പത്തിരിയുടെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, ഒരു വറ്റൽമുളകും, ഒരു 5 ഏലക്കയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം പൊടിയായിട്ടിരിക്കേണ്ടതില്ല. ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ പ്രഷർ കുക്കറിലാണ് ഞാൻ ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. പ്രഷർ കുക്കർ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് 2 കഷ്ണം പട്ടയും ഒരു 5-6 ഗ്രാമ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് എരിവിൻ്റെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർത്തിട്ടുണ്ട്. റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൗഡേഴ്സാണ് ചേർക്കേണ്ടത്. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ച ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ പൗഡറും കൂടെ ചേർത്തിട്ട് റോസ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ബീഫ് 500 ഗ്രാം ബോൺലെസ് ബീഫ് ചെറുതായിട്ട് പീസാക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഈ മസാലയിൽ ഈ ഒരു ബീഫിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. ഒരു വിസിൽ വന്ന ശേഷം പിന്നെ അത് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചും കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ വിസിലിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കുക. അപ്പം എയറൊക്കെ പോയ ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. അപ്പം ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് ഈ ഒരു ഗ്രേവി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വാട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തിളച്ച വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ.